ഹലോ, അസ്സാം വലൈക്കും. നമ്മൾ വന്നിട്ടുള്ളത് ചേന കൊണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഐറ്റം കൊണ്ടാണ് കേട്ടോ. ഇത് ചോറിൻ്റെയും ചപ്പാത്തിൻ്റെയും കൂടെ നല്ല കോമ്പിനേഷനാണ്. അപ്പം നമ്മൾക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നമ്മൾ ചേനയെല്ലാം തൊലിയെല്ലാം ചെത്തി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഒരേപോലത്തെ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്ത് വരാം. ഈ ഒരു രീതിയിലാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇത് കട്ട് ചെയ്തിട്ടുള്ള ചേന കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഇതൊന്ന് നന്നായി ചൂടായിട്ട് വരുമ്പം ഇതിലിട്ടാണ് തിളപ്പിച്ചെടുക്കേണ്ടത്. ഇതിലേക്ക് നമ്മൾ ഒരൽപ്പം മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പും ചേർത്തിട്ടാണ് നമ്മൾ തിളപ്പിച്ച് കോരുന്നത് കേട്ടോ. പാകത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുക. ചേനയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ചേന ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ഇത് ഒരു ഹാഫ് വേവാണ് വരെയാണ് നമ്മളിത് തിളപ്പിച്ചെടുക്കേണ്ടത്. ഇത് തിളച്ച് വന്നതിന് ശേഷം നമ്മളിനി ഇത് കോരി മാറ്റാണ് കേട്ടോ. ഇതൊരു പാത്രത്തിലോട്ട് നമുക്ക് ഇത് വെള്ളമെല്ലാം വാർത്തെടുത്ത് കോരി മാറ്റാം. കംപ്ലീറ്റ് വെള്ളമെല്ലാം വാർത്തിട്ട് കോരി മാറ്റിയെടുക്കുകയാണ്. ഇതാ കംപ്ലീറ്റ് കോരി മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് ചൂടാറി വരട്ടെ. ഒരു സമയത്ത് നമ്മൾ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി, അധികമൊന്നും വേണ്ട, ഒരു പാകത്തിന് എരിവിന് ഒരു 1/2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. കുറച്ച് ചെറിയ രീതിയിൽ വെളുത്തുള്ളി, ഒരു 1-2 അല്ലി വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ചതച്ചതാണ് കേട്ടോ. ഇത് ചേർത്തിട്ട് നമ്മൾ ഇതിലേക്കുള്ള ഉപ്പും മഞ്ഞൾപ്പൊടി നമ്മൾ ആദ്യം ചേർത്തിട്ടുണ്ട്. പിന്നെ അത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. ഇതൊക്കെ ഒരല്പം കോൺഫ്ലവർ കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ആക്കി എടുക്കുക കേട്ടോ. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടതുണ്ട്. ചേന അങ്ങനെ ഫ്രൈ ചെയ്ത് തന്നെ മക്കൾ നന്നായിട്ട് കഴിക്കും. പക്ഷേ നമുക്ക് ഒരു ഗ്രേവി ആക്കിയിട്ട് എടുക്കുമ്പം ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നന്നാവും. നമ്മളിതൊക്കെ ഈ ഒരു ചേന ഫ്രൈ ചെയ്തതിന് ശേഷം ഇതൊന്ന് മസാല ആക്കിയിട്ട് എടുക്കാണ്ട് അതിനാവശ്യമായിട്ടുള്ള സവാളയും തക്കാളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മൾ ചേന ഒന്ന് വറുത്തെടുത്തിട്ട് വരാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് ഒരൽപ്പം എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ വെളിച്ചെണ്ണയിലാണ് വറുത്തെടുക്കുന്നത് കേട്ടോ. കുറേശ്ശായിട്ട് ഒരുപാട് എണ്ണ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ചേന ഒന്ന് ഫ്രൈ, കാരണം ഇത് ഏകദേശം വേവായതാണല്ലോ. അപ്പോൾ അതൊന്ന് വറുത്തെടുക്കാനുള്ള ആവശ്യത്തിനുള്ള എണ്ണ മാത്രം മതി. അപ്പം നമുക്ക് അതൊന്ന് കുറേശ്ശായിട്ടൊന്ന് വറുത്തെടുത്തിട്ട് വരാം. പിന്നെ അതവിടെ വറുത്തെടുക്കുക. തൊട്ടിപ്പുറത്തായിട്ടൊരു പാൻ വെച്ചിട്ട് നമുക്ക് ഇതൊക്കെയുള്ള മസാല തയ്യാറാക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് തന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തിട്ട് ഒന്ന് അതിൻ്റെ ആ ഒരു പച്ചച്ചുവ മാറണ വരെ ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്കിതിലോട്ട് സവാള ചേർത്ത് കൊടുക്കുക. പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് വഴന്ന് വരട്ടെ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുക. ഉള്ളി പെട്ടെന്ന് വഴന്ന് വരാനും ഒരൽപ്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിപ്പൊടി, കറിവേപ്പില, ഒരൽപ്പം കുരുമുളക് പൊടി. ഇതൊക്കെ എരിവിനായിട്ട് നമ്മൾ ഇതന്നെ യൂസ് ചെയ്യണം കേട്ടോ. ഇത്ര മുളക് പൊടിയൊന്നും ഇനി യൂസ് ചെയ്യണില്ല. കുറച്ച് കുരുമുളക് പൊടി, ഒരു 2 പച്ചമുളകും ആണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ചേന വറുത്തെടുത്ത് ഇപ്പുറത്ത് അടുപ്പിൽ നമ്മൾ വറുക്കാൻ വെച്ചാൽ അത് കുറേശ്ശായിട്ട് വറുത്തെടുത്ത് കോരുന്നുണ്ട് കേട്ടോ. നമ്മളിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുത്തു. സവാള വന്നതിന് ശേഷം തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
അപ്പം നമ്മൾ മസാലയൊക്കെ ഏകദേശം റെഡിയായി വരുന്നുണ്ട് കേട്ടോ. നന്നായി ഒന്ന് വഴന്ന് വരട്ടത്. ഇതിലൊക്കെ ഒരല്പം ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ചേന വറുത്ത് കോരിയതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. എല്ലാ ഭാഗത്തോട്ടും ഈ മസാല ആവണ വരെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് കണ്ടോ, നന്നായിട്ട് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മസാലയും ചേന നമ്മൾ ഫ്രൈ ചെയ്ത ചേനയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു ഗ്രേവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം കോൺഫ്ലോർ കലക്കി ഒഴിക്കാം. ഞാനതിലോട്ടൊരല്പം ടൊമാറ്റോ സോസ് മാത്രമാണ് ഒഴിക്കുന്നത്. അപ്പം നല്ലൊരു റോസ്റ്റ് പരുവത്തിലാണിത് നിൽക്കുന്നത്. നല്ല നമുക്ക് ചോറിൻ്റെയും ചപ്പാത്തിൻ്റെയൊക്കെ കൂടെ നല്ല ടേസ്റ്റായിട്ട് കഴിക്കാം കേട്ടോ. ഇതിന് മേലേക്ക് ഒരല്പം മല്ലിച്ചപ്പില്ലേ, നമ്മൾ മല്ലിയിലയും ചേർത്ത് കൊടുക്കുകയാണ്. ഇത് എരിവിനായിട്ട് നമ്മൾ കുരുമുളകും പച്ചമുളകും മാത്രമേ ചേർത്തിട്ടുള്ളൂ. ചേന വറുത്തെടുത്ത സമയത്ത് മാത്രമേ ഒരല്പം മുളക് പൊടി ചേർത്തിട്ടുള്ളൂ. അപ്പോൾ കൂടുതൽ എരിവൊന്നുമില്ലാതെ ആ ഒരു കുരുമുളകിൻ്റെ മാത്രമായിട്ടുള്ളൊരു ടേസ്റ്റാണ് കൂടുതലായിട്ട് വരിക കേട്ടോ. അപ്പം നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റം തന്നെയാണത്. ചോറിൻ്റെയും ചപ്പാത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ കുട്ടികൾക്കും ഒക്കെ ഇഷ്ടപ്പെടും. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇതാ നമ്മൾ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, കാണാൻ തന്നെ നല്ല ഒരു ഭംഗിയുണ്ടല്ലോ കാണാനല്ലേ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.